അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പായസം ഒത്തിരി ഇഷ്ടമാണല്ലോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും പായസം. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി പായസം എങ്ങനെ റെഡിയാക്കുന്നു എന്നുള്ളത് നോക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 1.25 കപ്പ് ഉണക്കല്ലരിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കല്ലരി വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ പായസം റെഡിയാക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇതുപോലെ അരിപ്പായസമൊക്കെ റെഡിയാക്കുമ്പോൾ ഉണക്കല്ലരി പായസമാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഉണക്കല്ലരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പായസം എങ്ങനെ റെഡിയാക്കുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി നമുക്കിത് കഴുകി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നൊന്നുമില്ല, എങ്കിലും ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ആയിട്ട് 3 പാലും ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആ തേങ്ങ ഒന്ന് കറങ്ങിയെടുക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1-ാം പാല് റെഡിയാക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2-ാം പാല് റെഡിയാക്കാം. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ലൂസ് തന്നെ നമ്മുടെ 3-ാം പാല് റെഡിയാക്കി എടുക്കാം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പം നമ്മൾ നമ്മുടെ 3 വീതം തേങ്ങാപ്പാലും കൂടെ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ 3-ാം പാലിലാണ് നമ്മുടെ അരി നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് കുക്കർ എടുക്കാം. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ 3-ാം പാല് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2.25 കപ്പ് വെള്ളമാണ് ഈ 3-ാം പാലിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ 3-ാം പാല് നമുക്കിതുപോലെ കപ്പിലൊന്ന് അളന്നിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 2.25 കപ്പ് 3-ാം പാലാണുള്ളത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പം നമ്മൾ 2-ാം പാലിലും 1-ാം പാലിലൊന്നും വേവിച്ചെടുക്കരുത്. ഇതുപോലെ 3-ാം പാലിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ ശർക്കരയിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ റൈസ് വേവിച്ചെടുത്തപ്പോൾ ഇതുപോലെ കട്ട പിടിച്ച പോലെ ഉണ്ട്. അത് തിളച്ചിട്ട് നമ്മൾ ശർക്കര പാനി കിടന്നിട്ടൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ അത് കട്ടയൊക്കെ അലിഞ്ഞിട്ട് വരും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ കട്ട പിടിച്ചതൊക്കെ നല്ലതുപോലെ തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട നിങ്ങൾക്ക് അലിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ ഒരു കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് ശരിയായിട്ട് വരും. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതിലൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ മിൽമയുടെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ തന്നെ ഇതിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1-ാം പാല് നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ കുറുക്കി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ 1-ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൂടുതൽ സമയം ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് തിളച്ച് വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിക്കൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ മിൽമയുടെ നെയ്യും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ പായസത്തിൽ ഇതുപോലെ അരിപ്പായസം ചെറുപയർ പായസമൊക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മുന്തിരി വേണമെങ്കിലും ഇതുപോലെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് കൊടുക്കണം തന്നെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഇതൊന്നും കൂടെ കുറുകിയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.